Hi dears, എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് മുൻപൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ക്രാഫ്റ്റ് പർച്ചേസ് ചെയ്തപ്പം രണ്ട് ബോക്സ് ഞാൻ മേടിച്ചത്. ഒന്ന് സ്നോ മേക്കിംഗ് കിറ്റ് ആയിരുന്നു, പിന്നെ ഒന്ന് ഈ എക്സ്പോഷൻ ബോക്സിന്റെ ഒരു കിറ്റ് ആയിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ സ്നോ മേക്കിംഗിന്റെ നമ്മൾ അൺബോക്സ് ചെയ്തു. ഇനി ഇതാ ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സർപ്രൈസ് ബോക്സിന്റെ, അതായത് നമ്മുടെ എക്സ്പോഷൻ ബോക്സിന്റെ ബോക്സ് ആണ് നമ്മളിവിടെ അൺബോക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതുപോലെ ഇതിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ടെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന് 99 rupees ആണ് കൊടുത്തത്. അപ്പോൾ ഞാൻ ഇതിന് മുൻപൊക്കെ നോർമലി ഞാൻ വീട്ടിൽ സ്വയമായിട്ട് ഉണ്ടാക്കാറുണ്ട് ഈ എക്സ്പോഷൻ ബോക്സ്. ഇനി ഈ റെഡി ടു മെയ്ഡിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തോരം വ്യത്യാസങ്ങൾ ഉണ്ടെന്നും അതുപോലെ അത് ഈസി ആണോ എന്നൊക്കെ നമുക്ക് ഇത് ബോക്സ് ഒന്ന് പൊളിച്ചിട്ട് നോക്കിയിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്തു. ഇതിനകത്തുള്ള സംഭവങ്ങളാണ് ഈ കാണുന്നതൊക്കെ. കുറച്ച് ക്വെയിലിംഗ് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ ഫെവിക്കോളിന്റെ ഒരു ചെറിയൊരു പേസ്റ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ പേപ്പർ ഉണ്ട്, അതുപോലെ ഒരു കട്ടിംഗ് ഒക്കെ ഉള്ള പേപ്പർ കട്ടിംഗ് ഉള്ള ഒരു പേപ്പർ. പിന്നെ നമുക്ക് കുറച്ച് കുന്തൻ സ്റ്റോൺസ്, സാറ്റിൻ റിബൺ, അങ്ങനത്തെ കുറച്ച് ചാർട്ട് പേപ്പേഴ്സ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ഇതിന്റെ ഫോൾഡിംഗ് ഒക്കെ ഞാൻ ഇതുപോലെ ചെയ്യുകയാണ്. നമ്മൾ 4 പീസസ് ആയിട്ടാണ് നമ്മളിത് ഫോൾഡ് ചെയ്യുന്നത്. സ്ക്വയർ പീസസ് ആയിട്ട് ഫോൾഡ് ചെയ്ത ശേഷം കോണിലൊക്കെ വരുന്ന ഓരോ പോർഷനും നമ്മൾ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്കിതിൽ ശരിക്കും ഇൻസ്ട്രക്ഷൻസ് വായിച്ചപ്പം എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നോർമലി നമ്മൾ തനിയെ ചെയ്യുന്നത് തന്നെയായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഇതുപോലെ ഒരു റെഡി ടു മെയ്ഡിന്റെ ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഇതിൽ ജസ്റ്റ് ഒരു 2 ഓപ്പണിംഗ് മാത്രമേ നമുക്ക് ചെയ്ത് എടുക്കാനും പറ്റുള്ളൂ. ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ സ്വയമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും ലിമിറ്റേഷൻസ് ഇല്ല. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള എത്ര ഫോൾഡിംഗ് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് എക്സ്പോഷൻ ബോക്സ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ ആ പേപ്പർ കട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ഹാർഡ് ഷേപ്പാണ് നമ്മൾ ഈ കട്ട് ചെയ്ത് ഒട്ടിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത്രയും കോസ്റ്റ് നമ്മൾ സ്വയമായിട്ട് ചെയ്യുമ്പോൾ വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലിപ്പോ ഒരുപാട് പാറ്റേൺ പേപ്പേഴ്സ് എന്ന് പറയാനൊന്നുമില്ല. 1-2 ടൈപ്പ് ഓഫ് പാറ്റേൺ പേപ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ സെന്ററിൽ കാണുന്ന ഈ വയലറ്റ് പേപ്പർ ഒട്ടിച്ചതാണ് നമുക്ക് ആകെ കൂടി ഉണ്ടാവുന്ന ഒരു ഫോൾഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ശരിക്കും എക്സ്പോഷൻ ബോക്സ് ഉണ്ടാക്കുമ്പോൾ ഇതിനുള്ളിൽ ഒരുപാട് ഫോൾഡിംഗ് വെച്ചിട്ട് പല പല ഐഡിയാസിൽ നമുക്ക് ഓരോന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ കേട്ടോ. അതാണ് ശരിക്കും കുറച്ചുകൂടി കാണാൻ ഭംഗിയും തോന്നുന്നു. ഇതിൽ നമുക്ക് വളരെ ലിമിറ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഞാനിവിടെ ആ കിട്ടിയിട്ടുള്ള ഒരു ഷൈനിങ് പാറ്റേൺ പേപ്പർ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ചെറിയൊരു ഫോൾഡിംഗ് ഉണ്ടാക്കിയെടുക്കുകയാണ്, ഒരു പൗച്ച് പോലെ. അപ്പൊ അതിനകത്തേക്ക് നമുക്കൊരു മെസ്സേജ് ഒക്കെ വെക്കാന്നുള്ള ഒരു രീതിക്കാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഇതെങ്ങനെ ഫോൾഡ് ചെയ്യുന്നത് മാത്രമേ ആ ഇൻസ്ട്രക്ഷൻ പേപ്പറിലുള്ളൂ കേട്ടോ. ബാക്കി നമ്മുടെ ഇതിന്റെ ഉള്ളിൽ ആഡ് ചെയ്യുന്നതെല്ലാം നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ആഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഈ ചെറിയ ഫോൾഡിങ്ങിനായിട്ടുള്ള പേപ്പർ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനത് ആ വയലറ്റ് പേപ്പറിലേക്ക് ഗ്ലൂ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ആ ഒരു ചെറിയ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനത് ചെറുതായിട്ടൊന്ന് സിക്സാഗ് പോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്ന ഓരോ ഫോൾഡിങ്സും അതുപോലെ ഓരോ പാറ്റേൺസും നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ എക്സ്പോഷൻ ബോക്സിന്റെ ചെയ്യാം. അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പൊ ഞാനൊരു എക്സ്പോഷൻ ബോക്സ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ തന്നെയായിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറെ ഇതുപോലെ എന്താ പറയാ മെസ്സേജസ് എഴുതാനും അതുപോലെ ഓരോന്ന് കീപ്പ് ചെയ്യാനൊക്കെ ഉള്ള ഓരോ ഫോൾഡിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. അപ്പൊ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എക്സ്പോഷൻ ബോക്സിന്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ അടുത്തൊരു പാറ്റേൺ പേപ്പർ എടുത്തിട്ട് ഞാൻ ചെറിയൊരു ഫോൾഡഡ് ഗ്രീറ്റിംഗ് കാർഡ് പോലെ ഉണ്ടാക്കുകയാണ്. ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ഫോൾഡഡ് ഗ്രീറ്റിംഗ് കാർഡാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ നമ്മളിതിന് ഹാർട്ട് ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ എല്ലാ സൈഡും ഈക്വൽ ആയിട്ട് ഒരേപോലെ ഹാർട്ട് ഷേപ്പ് വരണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നാലേ അത് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ഇത് കട്ട് ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇങ്ങനെ ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ആ ഒരു ബ്ലൂ ഫോൾഡിങ്ങിലേക്ക് വെച്ച് ഒട്ടിക്കാം ആ ഒരു മെസ്സേജും കൂടെ. അപ്പൊ നമുക്ക് അതിനകത്തേക്ക് അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എഴുതാനുള്ള സ്പേസ് അതിനകത്ത് കിട്ടും കേട്ടോ. ഇനി അടുത്തതായിട്ട് ചെറിയൊരു എൻവലപ്പ് ഞാൻ ഉണ്ടാക്കുകയാണ്. ഒരു കുഞ്ഞ് എൻവലപ്പാണ് ഉദ്ദേശിക്കുന്നത്. ആ എൻവലപ്പിനകത്തേക്ക് നമുക്കിതുപോലെ മെസ്സേജസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ എൻവലപ്പ് ഞാനിവിടെ ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ എൻവലപ്പ് ഇവിടെ പെട്ടെന്ന് തന്നെ തയ്യാറായിട്ടുണ്ട്. നമുക്കറിയാലോ ഏകദേശം എങ്ങനെയാണ് ഒരു എൻവലപ്പിന്റെ ലുക്ക് ഇരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്താൽ നമുക്ക് നമ്മുടെ നല്ലൊരു എൻവലപ്പ് നമ്മൾ സ്വയമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിതിങ്ങനെ ഒട്ടിക്കുന്ന രീതിയിലുള്ള എൻവലപ്പ് അല്ല, കവർ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒരു എന്താ പറയുക ഒരു ചെറിയൊരു പൗച്ച് പോലെ ആക്കിയെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കുഞ്ഞൊരു ചാർട്ടിന്റെ പേപ്പർ കട്ടിങ് കൂടെ വെച്ചിട്ട് ഞാനത് ഓപ്പൺ ചെയ്യാൻ എളുപ്പത്തിനുള്ള രീതിയിൽ ആക്കി വെക്കാനാണ് പോകുന്നത്. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെറിയൊരു എൻവലപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതും ഞാൻ അവിടെ പേസ്റ്റ് ചെയ്യാണ്. ഇനി ഇപ്പുറത്തേക്കും വേറൊരു ടൈപ്പ് ഗ്രീറ്റിംഗ് കാർഡ് പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യണേ. അതും ഹാർട്ട് ഷേപ്പ് വരുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡ് രണ്ട് ഡിഫറെന്റ് കളർ ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഹാർട്ട് ഷേപ്പ് വേറെ കളറിലും അതിന്റെ ബാക്ക് സൈഡിലുള്ള പേപ്പർ വേറെ കളറിലായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊരു കാണാൻ നല്ല ഭംഗി തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ഒരു പേപ്പർ എടുത്തത്. ഇതിന്റെ കൂടെ കിട്ടിയ പേപ്പർ തന്നെയാണ് കേട്ടോ ഇത്. കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ഒരു 5-6 വെറൈറ്റി കിട്ടിയിട്ടുണ്ട് ഇതിന്റെ കൂടെ. പക്ഷെ ചെറിയ സ്ക്വയർ പീസസ് ആണ് കേട്ടോ അതൊക്കെ. അപ്പൊ നമ്മുടെ ആ ഒരു മെസ്സേജ് കാർഡും റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതും ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിലേക്ക് വെക്കാൻ മാത്രമുള്ള നമ്മുടെ എക്സ്പോഷൻ ബോക്സിന്റെ താഴ്വശം റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ അതിന്റെ സെന്റർ പോർഷനിലേക്കും കൂടെ പാറ്റേൺ പേപ്പർ ഒന്ന് ഒട്ടിച്ച് അതിന്റെ നടുവിലേക്ക് ഐ ലവ് യു എന്നുള്ളൊരു കട്ടിംഗ് ഉണ്ട് ഇതിന്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ഞാൻ ഓരോ പീസസ് ആയിട്ട് എടുത്തിട്ട് ആ സെന്ററിൽ ഐ ലവ് യു എന്ന് എഴുതാൻ പോവാണ്. ഇതൊരു ഐ ലവ് യു മോം എന്നുള്ള രീതിക്കാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൽ ആ മോം എന്നുള്ളത് എടുക്കുന്നില്ല. അതിന് പകരം ഐ ലവ് യു എന്നുള്ള ജസ്റ്റ് ആ ഒരു വേർഡ്സ് മാത്രമാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. ഇനി അത് നമുക്ക് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഓരോ ലെറ്റേഴ്സ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്ത ശേഷം ഞാൻ പിന്നെ ചെയ്യാൻ പോകുന്നത് അതിലേക്ക് കുറച്ച് സ്റ്റോൺസും അതുപോലെ കുന്തൻ സ്റ്റോൺസ് ഒക്കെ അതിന്റെ കൂടെ കിട്ടിയതും കൂടെ അതിലെ സ്വീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ജസ്റ്റ് ഇതിലേക്കൊന്ന് പേസ്റ്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അതുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കുറച്ച് സ്വീക്വൻസും കുറച്ച് കുന്തൻ സ്റ്റോൺസും ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞത്. അപ്പൊ അതെല്ലാം ഞാൻ അതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഫെവിക്രിലിന്റെ പ്രീമിയം ഗ്ലൂ വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നല്ലപോലെ സ്റ്റിക്കായി കിട്ടും കേട്ടോ. നമുക്ക് ഈ സ്റ്റോൺസ് ഒക്കെ ഒട്ടിക്കാൻ വളരെ നല്ലൊരു ഗ്ലൂ ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫെവിക്രിലിന്റെ നമ്മുടെ ഡ്രസ്സസിലായാലും ഈ സ്റ്റോൺസ് ഒട്ടിക്കാൻ ഈ ഒരു ഗ്ലൂ നല്ലപോലെ ഹെൽപ്പിംഗ് ആണ് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടും. നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ തന്നെ പെട്ടെന്ന് ഇത് ഉണങ്ങി കിട്ടുകയും ചെയ്യും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഗ്ലൂ ആണിത്. ഇനി നമുക്ക് അതിന്റെ ടോപ്പ് പോർഷൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇത് 8 സെന്റിമീറ്ററിലുള്ള സ്ക്വയർ ഷേപ്പാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. ചെറിയ ഒരു എക്സ്പോഷൻ ബോക്സ് ആണിത്. ഒരുപാട് വലുപ്പമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 8 സെന്റിമീറ്റർ സ്ക്വയറിലുള്ള ഒരു എക്സ്പോഷൻ ബോക്സിന്റെ ടോപ്പാണ് നമ്മളിവിടെ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ടോപ്പ് പോർഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിക്കേണ്ട കേസേ ഉള്ളൂ. അപ്പൊ ഇതാ നമ്മുടെ മുകളിലത്തെ പോർഷനും റെഡി ആയിട്ടുണ്ട്. ഇനി അത് അടച്ചു വെച്ച് നമുക്ക് സാറ്റിൻ റിബൺ വെച്ച് കെട്ടാം. അതിന് മുൻപായിട്ട് ടോപ്പിൽ ഞാൻ നമുക്കൊരു ഹാർട്ട് ഷേപ്പ് കട്ടിങ് ഇതിന്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അത് എടുത്തിട്ട് ഇതിന്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതും ഒരു പൗച്ച് പോലെ ആവാൻ വേണ്ടിയിട്ട് താഴ്വശം മാത്രമേ ഞാൻ ഒട്ടിച്ചിട്ടുള്ളൂ. മുകൾവശം ഓപ്പണിംഗ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ വേണമെങ്കിൽ എന്തെങ്കിലും മെസ്സേജസ് വെക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ അങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് സ്റ്റോൺസും അതുപോലെ ബാക്കി വന്ന സീക്വൻസ് ഒക്കെ വെച്ചിട്ട് ആ ഒരു പോർഷനും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് സാറ്റിൻ റിബൺ വെച്ചിട്ട് കെട്ടി എടുക്കാം. അതോടുകൂടി നമ്മുടെ എക്സ്പോഷൻ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇതിനെനിക്ക് വലിയൊരു റിവ്യൂ തരാനില്ല. കാരണം എനിക്ക് അത്ര ഈസി ആയിട്ടൊന്നും തോന്നിയില്ല. കുട്ടികൾക്കൊന്നും അത്ര പെട്ടെന്ന് ഇതുപോലെ മെഷർ ചെയ്ത് അതുപോലെ കട്ട് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റെഡി ടു മെയ്ഡ് എന്ന് പറയുമ്പോൾ അത്ര ഈസി ആയിരിക്കണല്ലോ. ഇത് അത്ര ഈസി ഒന്നും അല്ല കേട്ടോ. മെഷർമെന്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ എടുത്ത് കട്ട് ചെയ്ത് ചെയ്യണം.